ദൈവത്തിന് അർപ്പിക്കുന്നു. ചില മാസങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുവാൻ, അപ്രകാരം ചില കൂട്ടായ്മകളിൽ ഒരുമിച്ച് പങ്കെടുക്കുവാനും ദൈവം ഞങ്ങൾക്ക് അവസരം ഒരുക്കി. അത് അനുഗ്രഹവും ഭാഗ്യവുമായിട്ട് ഞാൻ കരുതുന്നു. പ്രിയ കർത്താവിൽ ബഹുമാനിയ ദൈവദാസിക്കും അപ്പോൾ തന്നെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ മാധുര്യമുള്ള നാമത്തിൽ എന്റെ സ്നേഹവന്ദനം ഞാൻ ആദ്യം തന്നെ അറിയിക്കട്ടെ. വിശേഷാൽ ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം മനോഹരമായ ഒരു ഗാന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതോർത്ത് നന്ദിയോടെ സ്തോത്രം. നല്ല നാട്ടിൽ നടക്കുന്ന സുവിശേഷ യോഗങ്ങൾക്ക് ഉള്ള ഗാന ശുശ്രൂഷ പോലെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ശുശ്രൂഷയാണ്. പ്രസംഗ ശുശ്രൂഷ പോലെ തന്നെ ദൈവസന്നിധിയിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ് സംഗീത ശുശ്രൂഷയും. സ്തോത്രം. അപ്പൊ അത് വളരെ ആത്മാവിന്റെ നിറവോടെ ആത്മാർത്ഥതയോടെ നിങ്ങൾ ചെയ്തല്ലോ, അത് ഓർത്ത് സ്തോത്രം. പ്രത്യേക അതിന് ലീഡ് ചെയ്ത പ്രിയ ഷേർലി ഷിബു എന്ന സിസ്റ്ററേയും ഓർത്ത് സ്തോത്രം. കർത്താവിന്റെ ദാസിയെയും ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇന്ന് നമുക്ക് ഒരു പ്രാർത്ഥനയെ കുറിച്ചുള്ള ദൈവവചനം നിങ്ങളുമായിട്ട് അല്പസമയം ചിന്തിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ, അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 5-ാം വാക്യം, ആരെങ്കിലും മൈക്ക് അത് അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് വായിക്കാമോ? ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ, സഭ ദൈവത്തോട് പ്രാർത്ഥന കഴിക്കുന്ന വചനമാണ് നാം ഇന്നത്തെ സവിശേഷകരമായ വേദവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്രം. അവിടെ നാം വായിക്കുന്നത് എന്താണ്? ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിക്കുന്ന സമയത്ത് സഭ പത്രോസിന് വേണ്ടി എന്ത് ചെയ്യുകയായിരുന്നു? ശ്രദ്ധയോടെ പ്രാർത്ഥന കഴിച്ചു പോരുകയായിരുന്നു. കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട് പാസ്റ്ററേ, കേൾക്കുന്നുണ്ട്. സ്തോത്രം. ഓക്കെ. അപ്പോസ്തല പ്രവൃത്തി 12-ാമത്തെ അധ്യായമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം ആരംഭിക്കുന്ന പദം നിങ്ങളൊന്ന് നോക്കിക്കേ. ആ കാലത്ത് എന്ന് പറഞ്ഞ ഒരു പദത്തോടു കൂടെയാണ് അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം ആരംഭിക്കുന്നത്. ഈ 12 അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാരെ. അവിടെ അപ്പൊ ശ്രദ്ധിച്ചേ, 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ആ കാലത്ത് 120 പേരുള്ള ഒരു സംഘം ഒരുമിച്ചിരുന്ന് അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തല പ്രവർത്തികളിലെ ആ കാലഘട്ടത്തിന്റെ 1-ാമത്തെ പ്രത്യേകത നോക്കിക്കേ. ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന സഭയാണ്. 6-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാട്ടെ. 6-ന്റെ 1.
ആ കാലത്ത് എന്നൊരു പദം അവിടെ ഉണ്ട്. വായിച്ചാട്ടെ. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി അപ്പോ ആ കാലത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള വന്ന കാലമാണ്. സ്തോത്രം. അപ്പോ അത് എന്ന കാലഘട്ടം. രണ്ടാമത്തെ പ്രത്യേകത, കുറച്ച് വിശ്വാസികളല്ല, പിന്നെ ആരാണ് പെരുകി വരുന്നത്? വിശ്വാസികളല്ല, ശിഷ്യന്മാരെന്ന് പറഞ്ഞ വിശ്വാസികളെ പോലെയല്ല അല്ലേ? സ്തോത്രം. തന്നെത്താൻ ക്രൂശ് എടുത്ത് അനുഗമിക്കുന്നവനാണ് ശിഷ്യൻ. വചനത്തിൽ വാസ്തവമായി നിലനിൽക്കുന്നവനാണ് ശിഷ്യൻ. സ്തോത്രം. അപ്പനെയും അമ്മയെയും ഭാര്യയേക്കാൾ കുഞ്ഞുങ്ങളെക്കാൾ തന്റെ എല്ലാറ്റിനേക്കാൾ ഉപരി യേശുവിനെ സ്നേഹിക്കുന്നവനാണ് ശിഷ്യൻ. തമ്മിൽ സ്നേഹിക്കുന്നവനാണ് ശിഷ്യൻ. തന്റെ ജീവനെ കൂടെ പകയ്ക്കുന്നവനാണ് ശിഷ്യൻ. കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കുന്നവനാണ് ശിഷ്യൻ. എന്നാൽ അപ്പം തിന്നുന്ന, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു രോഗസൗഖ്യം പ്രാപിക്കാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി വരുന്നവനെ ഒരു വിശ്വാസി എന്നേ നമുക്ക് പറയാൻ കഴിയൂ. പക്ഷേ ഈ ശിഷ്യന്മാർ അങ്ങനെ ആയിരുന്നില്ല. അവരുടെ പ്രത്യേകത എന്തായിരുന്നു? ആമേൻ, അവർ ശിഷ്യന്മാരായിരുന്നു. എന്നാൽ 1-ാം നൂറ്റാണ്ടിലെ രണ്ടാമത്തെ പ്രത്യേകത, അക്കാലത്ത് ശിഷ്യന്മാർ പെരുകി വന്നു. 9:37 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. Acts 9:37. ആ കാലത്ത് അവൾ ദീനം പിടിച്ചു മരിച്ചു. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നത് 1-ാം നൂറ്റാണ്ടിൽ ഒരു സഹോദരി, ആമേൻ, അവൾ എന്ത് ചെയ്തു? ആമേൻ, ദീനം പിടിച്ച് മരിച്ചു പോകുകയാണ്. അവൾ ഒത്തിരി സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവളായിരുന്നു. കർത്താവിന്റെ വേലയ്ക്ക് ഒരുപാട് മുതൽക്കൂട്ടായിരുന്നു അവള്. സ്തോത്രം. അവള് ദീനം പിടിച്ച് മരിച്ചു. എന്നാൽ പത്രോസ് ചെന്നിട്ട് ശവത്തിന്റെ നേരെ തിരിഞ്ഞ് തലിത കുമി ബാലെ, എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ മരിച്ച ആ കുഞ്ഞ് ഉയർന്നു. 3-ാമത്തെ പ്രത്യേകത, 1-ാം നൂറ്റാണ്ടിൽ വിളമ്പലിൽ തൊട്ടപ്പോൾ എണ്ണ പൂശി പ്രാർത്ഥിച്ചപ്പോൾ അപ്പോൾ 3-ാമത്തെ പ്രത്യേകത, അത്ഭുതങ്ങളും അടയാളങ്ങളുമുള്ള മരിച്ചവരെ ഉയർപ്പിക്കുന്ന സഭ. 11-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ, ആ കാലത്ത് യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. പിന്നെ അവരിൽ അഗബോസ് എന്ന് പേരുള്ള ഒരുവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെ ഈ മഹാക്ഷാമം ഉണ്ടാകുമെന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. സ്തോത്രം. അടുത്ത പ്രത്യേകത, 4-ാമത്തെ പ്രത്യേകത എന്താണ്? പ്രവാചകന്മാർ വന്ന് പ്രവചിക്കുകയും, ആമേൻ, സ്തോത്രം, ആമേൻ. അടുത്ത വാക്യം, അത് ക്ലൗദിയോസിന്റെ കാലത്ത് സംഭവിച്ചു. അപ്പോൾ യഹൂദയിൽ പാർക്കുന്ന പ്രവചിക്കുകയും പ്രവചിക്കുന്നത് പോലെ തന്നെ സംഭവിക്കുകയും ചെയ്യുന്ന ഒരു കാലം. നിങ്ങൾ എന്റെ കൂടെയാണോ? സ്തോത്രം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. 1-ാമത്തെ നൂറ്റാണ്ടിലെ കാലത്തിലെ ആ കാലത്തിന്റെ 4 പ്രത്യേകതകൾ. 1, ഒരു മനസ്സോടെ ഒരുമിച്ചിരുന്ന് ഐക്യതയോടെ വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയും, കാത്തിരുന്ന 120 പേരുടെ നടുവിലേക്ക് ദൈവ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും ചെയ്ത് മാർക്കോസിന്റെ മാളിക മുറിയിൽ അവർ അഭിഷേകം പ്രാപിച്ച് ആരാധിച്ചപ്പോൾ അന്ന് 3000 പേര് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. അപ്പോൾ 1, ഒരു മനസ്സോടെ എവിടെ പ്രാർത്ഥിക്കുമോ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. 2, അക്കാലത്താണ് ശിഷ്യന്മാർ പെരുകി വരികയാണ്.
മൂന്നാമത്തെ ചിന്ത, ആ കാലത്താണ് മരിച്ചവരെ ഉയർപ്പിക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുകയും ചെയ്യുന്നത്. നാലാമത്തെ പ്രത്യേകത 11:27 വാക്യത്തിൽ പ്രവാചകന്മാർ പ്രവചിക്കുകയും അഗമോസിന്റെ പ്രവചനം ഫലിക്കുകയും അതുപോലെ സംഭവിക്കുകയും ചെയ്ത കാലം. ഒരു വശത്ത് നിങ്ങൾ നോക്കിയാട്ട് ദൈവമക്കളെ, ആ കാലത്തിന്റെ 4 പ്രത്യേകത. അവിടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കുന്നു, ശിഷ്യന്മാർ പെരുകി വരുന്നു, അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുന്നു, പ്രവാചകന്മാർ പ്രവചിക്കുന്നത് പോലെ കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇങ്ങനെയുള്ള ദൈവപ്രവൃത്തി നടന്നപ്പോൾ ഒരു വശത്ത് ദൈവിക പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ മറുവശത്ത് പിശാചിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. പിശാച് എന്ത് ചെയ്യുകയാണ്? 12:1 അക്കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. സ്തോത്രം. നിങ്ങൾ എന്റെ കൂടെയാണ്. നിങ്ങളുടെ ആരുടെയും മുഖം കാണാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ശ്രദ്ധിക്കൂ, ഒരു വശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ, ഒരു വശത്ത് ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമ്പോൾ, മറുവശത്ത് പിശാചിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. പിശാച് എന്താണ് ചെയ്യുന്നത്? കൈ നീട്ടുകയാണ്, അല്ലെ? അക്കാലത്ത് സ്തോത്രം, ഹെരോദാവ് ദൈവമക്കളിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എവിടെ ദൈവപ്രവൃത്തി നടക്കുമോ നിങ്ങളിലൂടെ, നിങ്ങളുടെ സഭയ്ക്കകത്ത്, നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത്, നിങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്ത്, ഒരു ദേശത്തിന്റെ നടുവിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ ദുഷ്ടപിശാച് അടങ്ങിയിരിക്കയില്ല. അവൻ തന്നെ മുഴുവൻ ബലത്തോടെ എഴുന്നേറ്റ് ചിലർക്കെതിരെ കൈനീട്ടി. ഒരു സഭയിലെ എല്ലാവർക്കും പോരാട്ടം വന്നില്ല. ആ കൂട്ടായ്മയിൽ എല്ലാവർക്കും എതിരെ വെല്ലുവിളികൾ വന്നില്ല. മറിച്ച് പ്രാർത്ഥിക്കുന്ന, ദൈവപ്രവൃത്തി വെളിപ്പെട്ട ജീവിക്കുന്ന ജനങ്ങൾക്കെതിരെ, ഉപവസിക്കുന്ന ചില ദൈവമക്കൾക്കെതിരെ, അഭിഷേകത്തിൽ ആരാധിക്കുന്ന, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന, ശിഷ്യത്വത്തിലേക്ക് കടന്നു വന്ന, പ്രവചന ശുശ്രൂഷയുള്ള ചില ദൈവമക്കൾ എഴുന്നേറ്റപ്പോൾ ദുഷ്ടപിശാചിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ തന്റെ കൈ നീട്ടുകയാണ്. നിങ്ങൾ പ്രയോജനമുള്ളവരെന്ന് കാണുമ്പോൾ, നിങ്ങൾ ഫലമുള്ളവരെന്ന് കാണുമ്പോൾ, നിങ്ങൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുമ്പോൾ പോരാ, നിങ്ങൾ പിശാചിനൊരു തലവേദനയായി മാറുമ്പോൾ, സ്തോത്രം, അവൻ അടങ്ങിയിരിക്കയില്ല. മുഴുബലത്തോടും അവന്റെ സർവ ആയുധങ്ങളോടും കൂടെ അവൻ കൂർത്ത പല്ലുകളും നഖങ്ങളും ഉപയോഗിച്ച് നിങ്ങൾക്കെതിരെ എഴുന്നേൽക്കും. അഥവാ നിങ്ങൾ ഒരു നോട്ടപ്പുള്ളിയായി മാറും. ഇവിടെ സ്തോത്രം എന്താണ് സംഭവിക്കുന്നത്? അവൻ ദുഷ്ടപിശാച് അടങ്ങിയിരുന്നില്ല. അവൻ എഴുന്നേറ്റു, അവൻ കൈ നീട്ടുകയാണ്. എന്നിട്ട് അവൻ എന്താണ് ചെയ്തത്? യാക്കോബിന്റെ സഹോദരനായി, യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു എന്ന് അവിടെ എഴുതി വച്ചിരിക്കുന്നു. ചില ദൈവമക്കളെ അവൻ എന്ത് ചെയ്തു? കൊന്നു. സ്തോത്രം, സ്തോത്രം. ചില ദൈവമക്കൾക്ക് നേരെ കൈനീട്ടുക മാത്രമല്ല, ചിലരെ വാൾ കൊണ്ട് കൊന്നു. ദൈവമക്കളെ, പിശാചിന് ദൈവമക്കളെ കൊല്ലുവാൻ കഴിയുമോ? കഴിയും. പക്ഷെ ദൈവത്തിന്റെ അനുവാദം ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ സമ്മതമുണ്ടെങ്കിൽ, വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, യോഹന്നാനും സ്തോത്രം ഏലിയാവും മോശയും അവർ ശുശ്രൂഷ തികച്ചപ്പോൾ ആഴത്തിൽ നിന്നും കയറി വന്ന മൃഗം അവരെ വാൾ കൊണ്ട് കൊന്നു. ഒരു പക്ഷേ നാം രക്തസാക്ഷിയായി മരിക്കേണ്ടവരാകാം, പക്ഷെ സമയത്തിന് മുമ്പ് നമ്മെ തൊടുവാൻ പിശാചിന് സാധ്യമല്ല. ശുശ്രൂഷ തികച്ച ശേഷം മാത്രമേ നമ്മെ തൊടുവാൻ സാധ്യമാകുകയുള്ളൂ. ശ്രദ്ധിക്കൂ, ഈ യാക്കോബിനെ കൊന്നു. ഞാൻ ഈ യാക്കോബിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ചു. ഈ യാക്കോബ് ആരാണ്? ഈ യാക്കോബ് അല്ല യാക്കോബിന്റെ ലേഖനം എഴുതിയത്. ഈ യാക്കോബ് ഒരു പ്രസംഗം പറഞ്ഞിട്ടില്ല. യാക്കോബ് ഒരു അത്ഭുതമോ അടയാളമോ ചെയ്തിട്ടില്ല. യാക്കോബ് ഒരു ഉണർവ് പ്രസംഗനല്ല. യാക്കോബ് എഴുത്തുകാരനല്ല. യാക്കോബ് വലിയ അത്ഭുതം ചെയ്യുന്ന ആളല്ല. എന്നിട്ടും ഈ നിശബ്ദ അപ്പോസ്തലനെ എന്തുകൊണ്ട് വാൾ കൊണ്ട് കൊന്നു?
സ്തോത്രം. ഇദ്ദേഹം പ്രസംഗകനല്ല, ഇദ്ദേഹം എഴുത്തുകാരനല്ല, ഇദ്ദേഹം അത്ഭുത വരപ്രാപ്തനല്ല, ഇദ്ദേഹം വലിയ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്ന ആളല്ല. എങ്കിലും എന്തുകൊണ്ട് യാക്കോബിനെ കൊന്നു? സ്തോത്രം. ഞാൻ ഒരു ദൈവദാസൻ പ്രസംഗിച്ച് കേട്ടതും ജോസിഫസിന്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചതും ഈ യാക്കോബിനെ കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഈ യാക്കോബ് ഒട്ടകങ്ങളുടെ മുട്ടുകളോടുകൂടിയ മനുഷ്യനായിരുന്നു. സ്തോത്രം. ഈ യാക്കോബ് എന്താണ്? ഒട്ടകത്തിന്റെ മുട്ടിനോടുകൂടിയ മനുഷ്യൻ. എന്താണ് ഒട്ടകത്തിന്റെ മുട്ടിന്റെ പ്രത്യേകത? ഒട്ടകത്തിന്റെ മുട്ടിൽ രോമമില്ല, മറിച്ച് രണ്ട് വലിയ തഴമ്പാണുള്ളത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യാക്കോബ് പ്രവർത്തിക്കുന്നവനല്ലെങ്കിലും യാക്കോബ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. സ്തോത്രം. ഒട്ടകം ഒരു രാവിലെ സമയത്ത് യജമാനന്റെ മുന്നിൽ അവൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുകുത്തുകയും ഭാരം അവൻ വഹിക്കുകയും സന്ധ്യാസമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ അവൻ ഭാരം ഇറക്കി വെക്കുന്നത് പോലെ യജമാനന്റെ മുമ്പിൽ രാവിലെയും വൈകിട്ടും നിരന്തരം മുട്ടുകുത്തുന്നത് കൊണ്ട് സ്തോത്രം ഒട്ടകത്തിന്റെ രോമങ്ങൾ നഷ്ടപ്പെട്ട പകരം രണ്ട് തഴമ്പുകളാണുള്ളത്. യാക്കോബ് അവൻ സ്തോത്രം ഒട്ടകത്തിന്റെ മുട്ടുകളോടുകൂടിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യാക്കോബ് ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു. യാക്കോബിനെ ലോകം അറിയപ്പെടുന്ന ഒരാളല്ല, പക്ഷെ യാക്കോബിനെ ദൈവം അറിയുന്നവനായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങളെ ലോകം അറിയുന്നില്ലെങ്കിലും, നിങ്ങൾ വലിയ പ്രസംഗകരല്ലെങ്കിലും, നിങ്ങൾ വലിയ അത്ഭുത ശുശ്രൂഷ ചെയ്യുന്നവരല്ലെങ്കിലും, നിങ്ങൾ വലിയ എഴുത്തുകാരല്ലെങ്കിലും, സ്തോത്രം, നിങ്ങൾ നാലാളാൽ അറിയപ്പെടുന്നവരല്ലെങ്കിലും നിങ്ങളെ അറിയപ്പെടുന്ന ഒരു ദൈവം ഉണ്ടല്ലോ. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഒരു കാര്യം മറന്നു പോകരുത്. പ്രവർത്തിക്കുന്ന പത്രോസിനെ പിടിക്കണമെങ്കിൽ ആദ്യം പിടിക്കുന്നത് ആരെയാണെന്നറിയാമോ? പ്രാർത്ഥിക്കുന്ന യാക്കോബിനെയാണ്. സ്തോത്രം. അവൻ നമ്മുടെ ദൈവദാസനെ പിടിക്കണമെങ്കിൽ, നമ്മുടെ ദൈവമക്കളെ പിടിക്കണമെങ്കിൽ, നമ്മുടെ പ്രവർത്തിക്കുന്നവരെ പിടിക്കണമെങ്കിൽ അവൻ അതിനു മുമ്പ് ആരെ ബന്ധിക്കണം? പ്രാർത്ഥിക്കുന്നവരെ ബന്ധിക്കണം. അഥവാ പ്രാർത്ഥിക്കുന്നവരെ പിടിച്ചാൽ മാത്രമേ പ്രവർത്തിക്കുന്നവരെ പിടിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ച്, യാക്കോബിനെ കൊന്നു. അടുത്ത വാക്യം, പത്രോസിനെ പിടിച്ചു എന്ന് പറയുന്ന അർത്ഥം എന്താണ്? സ്തോത്രം. പ്രവർത്തിക്കുന്നവനെ പിടിക്കണമെങ്കിൽ ആദ്യം ആര് നഷ്ടപ്പെടണം? പ്രാർത്ഥിക്കുന്നവർ നഷ്ടപ്പെടണം, പ്രാർത്ഥിക്കുന്നവർ മരിക്കണം, അല്ലെ? സ്തോത്രം. അങ്ങനെയെങ്കിൽ ഒരു കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ, ഒരു സഭയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ, ഒരു ദേശത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ, പിശാച് നോട്ടമിടുന്നത് പ്രവർത്തിക്കുന്നവനെയല്ല, മറിച്ച് പ്രാർത്ഥിക്കുന്നവനെയാണ്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനക്കാരനെ പിടിച്ചെങ്കിൽ മാത്രമേ, പ്രാർത്ഥനക്കാരനെ ബന്ധിച്ചെങ്കിൽ മാത്രമേ ആരെ പിടിക്കാൻ പറ്റത്തുള്ളൂ? പ്രവർത്തിക്കുന്നവനെ പിടിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളോട് ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നത്, സ്തോത്രം, പ്രാർത്ഥിക്കുന്ന ആളുണ്ടല്ലോ, ആമേൻ, പ്രവർത്തിക്കുന്നവൻ ഒരു മതില് പോലെയാണ്. പ്രാർത്ഥിക്കുന്ന ആൾ ആരെ പോലെയാണ്? ഒരു മതില് പോലെയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, സ്തോത്രം, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, നിങ്ങൾ നിങ്ങളുടെ സഭയ്ക്ക്, നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന സഹകാരികൾക്ക് ഒരു മതില് പോലെയാണ്. വേദപുസ്തകത്തിൽ ഒരുപാട് തെളിവുകൾ പറയാനായിട്ടുണ്ട് കേട്ടോ. സ്തോത്രം. ഒരുപാട് തെളിവുകൾ. ആമേൻ. ഒരിക്കലും ലോത്ത് യാഗം കഴിച്ചില്ല, പക്ഷെ അബ്രഹാമാണ് യാഗം കഴിച്ചത്. എന്നാൽ തീ ഇറക്കി സോദോം ഗോമോരയെ നശിപ്പിക്കുന്നതിന് മുമ്പ് ലോത്തും കുടുംബവും വിടുതൽ പ്രാപിച്ചു. എന്താ കാരണമെന്ന് അറിയാമോ? ഒരു സഹോദരൻ അപ്പുറത്ത് ഇടിവിൽ നിന്നുകൊണ്ടിരിക്കുക. കർത്താവേ, 40 പേരുണ്ടെങ്കിൽ കൊല്ലുവോ? 30 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? 20 ഉണ്ടെങ്കിൽ നശിപ്പിക്കുമോ? 10 ഉണ്ടെങ്കിൽ നശിപ്പിക്കുമോ? സ്തോത്രം. എന്ന് പറഞ്ഞാൽ ലോത്ത് മരിക്കാത്തതിന്റെ കാരണം അബ്രഹാം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. സ്തോത്രം. അവൻ മോശ ഇടയ്ക്ക് ദൈവം തമ്പുരാനെ അവൻ ഒരിക്കൽ ഇസ്രായേൽ മക്കളെ നശിപ്പിക്കാൻ ചിന്തിച്ചു. അവൻ അപ്പോൾ മോശ ദൈവത്തിന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു ഭാഗം വേദോസ്തത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു. എന്താ പറഞ്ഞത്? ദൈവമേ,
നീ നശിപ്പിക്കരുത്. സ്തോത്രം. നീ അവരെ നശിപ്പിച്ചാൽ ജാതികൾ പറയും, ദൈവത്തിന് ഇവരെ അവിടെ എത്തിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് മരുഭൂമിയിൽ നശിപ്പിച്ചതാണ്. അതുകൊണ്ട് നിന്റെ ആ തീരുമാനം നീ ഒന്ന് പുനഃപരിശോധന നടത്തണമേ. നമ്മൾ അന്ന് ദൈവം പിന്നീട് അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അന്ന് എന്റെ ദാസനായ മോശ ഇടിവിൽ നിന്നില്ലായിരുന്നു എങ്കിൽ ഞാൻ ഇസ്രയേലിനെ നശിപ്പിച്ചു കളയുമായിരുന്നു. അപ്പോൾ അവൻ ഇസ്രയേൽ നശിക്കാതെ വണ്ണം ഒരു മതില് കെട്ടി അവൻ സ്തോത്രം മോശ പ്രാർത്ഥിക്കുകയാണ്. അവൻ വേദപുസ്തകത്തിൽ അവൻ വിലാപങ്ങളുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്: സിയോന്റെ മതിലെ നീ ഓലോല കണ്ണുനീരൊഴുക്കുക. ഈ ദിവസങ്ങളിൽ പ്രിയ മാതാക്കളെ, പ്രിയ സഹോദരിമാരെ, പ്രിയ ദൈവദാസിമാരെ, നിങ്ങൾ അവൻ ദേശത്തിന്റെ മതിലാണ്. എത്രയോ വചനങ്ങൾ അതിലെടുക്കാനുണ്ട്. സ്തോത്രം. നാബാല് എന്ന് പറയുന്ന ആ മനുഷ്യൻ, സ്തോത്രം, ആ മനുഷ്യനെ കൊല്ലാൻ ദാവീദ് ഒരിക്കൽ ഹല്ലേലൂയ ഇറങ്ങി പുറപ്പെടുന്ന ഒരു സമയമുണ്ട്. എന്നാൽ ആ ദാവീദിനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച ഒരു സ്ത്രീ നാബാലിന്റെ ഭാര്യയായ അബീഗയിൽ എന്നൊരു ദൈവദാസിയായിരുന്നു. ആ ദൈവദാസി ദാവീദിനെ എതിരേറ്റ് ചെല്ലാനുള്ള കാരണം എന്താണെന്നറിയാമോ? അവൻ തന്റെ ദാസന്മാരുടെ ഒരു വാക്കാണ്. അവർ പറയുന്നുണ്ട്, ദാവീദ് നമ്മളുമായി സഹവസിച്ച് മരുഭൂമിയിൽ പാർത്ത കാലമൊക്കെയും ദാവീദ് നമുക്ക് ഒരു മതില് പോലെയായിരുന്നു. അന്ന് നമ്മുടെ ഒരു ആട് മോഷണം പോയില്ല, നമുക്കൊന്നും നഷ്ടപ്പെട്ടില്ല. കാരണം ദാവീദ് ആരാണ്? ഒരു മതിലാണ്. സ്തോത്രം. 2-3 തെളിവ് ഞാൻ പറഞ്ഞു. ഒന്ന്, ലോത്തിന് അബ്രഹാം മതിലായിരുന്നത് പോലെ, ഇസ്രായേൽ മക്കൾക്ക് പ്രാർത്ഥിക്കുന്ന മോശ മതിലായിരുന്നത് പോലെ, നാബാലിനും അവന്റെ ആളുകൾക്കും ആടുകൾക്കും സമ്പത്തിനും ദാവീദ് ഒരു മതിലായിരുന്നത് പോലെ, പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, നീ ഒരു മതിലാണ്. സ്തോത്രം. അവൻ പ്രാർത്ഥിക്കുന്നവരെയാണ് നോട്ടം വിടുന്നത്, പ്രാർത്ഥിക്കുന്നവരെയാണ് നശിപ്പിക്കാൻ പിശാച് അവൻ കടന്നു വരുന്നത്. മോശ കൈ ഉയർത്തിയപ്പോൾ ഇസ്രായേൽ ജയിച്ചു എന്ന് പറഞ്ഞാൽ, മോശയുടെ കരം, പ്രാർത്ഥനയുടെ കരം, അധികാരത്തിന്റെ കരം ഉയർന്നിരിക്കുന്ന സമയത്ത് ശത്രുവിന് ജയമെടുക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടല്ലേ യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ 22:30 സ്തോത്രം, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതിന് ഒരു കാവൽക്കാരനെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ദൈവം ദേശത്തെ നശിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ ഒരു മതില് പോലെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഒരാളുണ്ടെങ്കിൽ ദൈവം ദേശത്തെ നശിപ്പിക്കുകയില്ല. സക്കറിയാവ് 2:5 ഇങ്ങനെ വായിക്കുന്നു: ദൈവമക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമെങ്കിൽ ദൈവം ചുറ്റും അതിൽ ആയിരിക്കും. ആവർത്തനം 22:8 ഇങ്ങനെ വായിക്കുന്നു: നീ ഒരു പുതിയ വീട് വെച്ചാൽ രക്തപ്രതികാരൻ അവൻ വീട് മരിച്ചിട്ട് നിന്റെ മേൽ വരാതിരിക്കേണ്ടതിന് നീ ഒരു കൈമതിൽ ഉണ്ടാക്കണം. ഒരു കൈമതിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ മതിൽ, കണ്ണുനീരിന്റെ മതിൽ, ഉപവാസത്തിന്റെ മതിൽ, തീരുമാനത്തിന്റെ മതിൽ ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ ഹല്ലേലൂയ ചെയ്യേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് നെഹമ്യാവിന്റെ 1:3 നാം ഇങ്ങനെ വായിക്കുന്നത്: മതിൽ ഇടിഞ്ഞു കിടക്കുന്നു, തീ വെച്ച് കിടക്കുന്നു, ചുട്ട് കിടക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയുടെ മതിൽ, നമ്മുടെ തീരുമാനത്തിന്റെ മതിൽ, നമ്മുടെ ഉപവാസത്തിന്റെ മതിൽ, നമ്മുടെ കണ്ണുനീരിന്റെ മതിൽ ഇടിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ ഈ മെസ്സേജ് മുഖാന്തരം നിങ്ങളുടെ ശുശ്രൂഷ നിങ്ങളൊന്ന് മടക്കിയെടുക്ക്, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ഒന്ന് മടക്കിയെടുക്ക്. രാത്രി 2 മണിക്ക് ദൈവ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രാർത്ഥിക്കാൻ തട്ടി വിളിക്കുമ്പോൾ, വയ്യ കർത്താവേ, ക്ഷീണമാണെന്ന് പറഞ്ഞ് പുതപ്പ് വലിച്ചിട്ട് മൂടിക്കിടക്കാതെ രാത്രി നീ എഴുന്നേറ്റ് മോശയെ പോലെ ഇടിവിൽ നിൽക്കാമോ? അബ്രഹാമിനെ പോലെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാമോ? ദാവീദിനെ പോലെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാമോ? വിലാപങ്ങളുടെ പുസ്തകത്തിലെ പോലെ സിയോൻ പുത്രിയെ ഇടിവിൽ നിൽക്കാമോ? ആവർത്തനം 22:8 കൈമതിൽ പണിയുന്ന പുതിയ വീട് പണിതവനെ പോലെ, നെഹമ്യാവ് 1:3 സ്തോത്രം, മതില് പണിയുന്ന നെഹമ്യാവിനെ പോലെ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം യെഹെസ്കേൽ 22:30 ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവനെ പോലെ പ്രാർത്ഥിക്കാമോ? സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥന മുഖാന്തരം നമ്മുടെ ഒരു ആള് പോലും നഷ്ടപ്പെടാതെ, ഒരാട് പോലും നഷ്ടപ്പെടാതെ, ഒരു ജീവിതത്തെ പോലും ശത്രു പിടിച്ചുകൊണ്ട് പോകാതെ ദൈവം സൂക്ഷിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ.
സ്തോത്രം, 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 സ്തോത്രം. ദൈവമക്കളെ, ഈ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിലെ കൂട്ടായ്മയുണ്ടല്ലോ, ഒരു ലേഡീസ് ഫെലോഷിപ്പ് ആയിരുന്നു എന്ന് പറയുന്ന ചില ചിന്തകന്മാരുണ്ട്. ഇത് സഹോദരിമാരുടെ മാത്രം കൂട്ടായ്മയായിരുന്നു എന്ന് പറയുന്ന ചില വാക്യങ്ങൾ അതിലുണ്ട്. 12-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കാമോ? 12-12 അപ്പോസ്തല പ്രവൃത്തി. മറിയാമ്മ ജോൺ സിസ്റ്റർ പോയോ? ആരാ വാക്യം വായിച്ചോണ്ടിരുന്നത്? ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കണ്ടോ? സ്തോത്രം. ഒന്ന്, അവിടെ പറയുന്ന പേര് സ്തോത്രം മർക്കോസിന്റെ അമ്മയുടെ വീട്ടിലാണ്. 12-14 വായിച്ച്. 14. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേ കൂടി പത്രോസ് പടിപ്പുരക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഒരു ദൈവദാസനെ കൊന്നു. ഒരു ദൈവദാസനെ കൊല്ലാൻ പിടിച്ച് ജയിലറയിൽ ഇട്ടിരിക്കുന്നു. ഈ ഒരു സമയത്ത്, ഈ അർദ്ധരാത്രി, അപരിചിതനായ ഒരാൾ, പട്ടാളക്കാരാണോ ആരാണോ എന്ന് അറിയത്തില്ല, അവര് വന്ന് വാതിൽക്കൽ മുട്ടിയപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു ആണുങ്ങൾ ഉണ്ടെങ്കിൽ അവരല്ലേ പോയി വാതിൽ തുറക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ പോയതും ഒരു സ്ത്രീയാണ്. 17-ാം വാക്യം വായിച്ച്. അവർ മിണ്ടാതിരിപ്പാൻ അവൻ ആംഗ്യം കാട്ടി. കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു. ഇത് യാക്കോബിനോടും ശേഷം സഹോദരന്മാരോടും അറിയിപ്പിൻ എന്ന് പറഞ്ഞു. പിന്നെ അവൻ പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. മതി. സ്തോത്രം. പറയാണ്, സഹോദരന്മാരോട് കൂടി ഇത് എന്ത് ചെയ്തേക്കണം? പറഞ്ഞേക്കണം. സ്തോത്രം. ഈ 3 വാക്യങ്ങൾ പഠിപ്പിച്ച് ദൈവദാസന്മാർ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ നടന്ന മീറ്റിംഗ് ഒരു ലേഡീസ് ഫെലോഷിപ്പ് ആയിരുന്നു എന്നാണ്. അനേക പ്രിയപ്പെട്ടവർ, സ്തോത്രം, ഒരു ദൈവദാസനെ കൊന്നു, ഒരു ദൈവദാസനെ കൊല്ലാൻ പിടിച്ച് ജയിലിൽ ഇട്ടിരിക്കുന്നു. പലരും പേടിച്ച് അകത്ത് ഒളിച്ചിരുന്നപ്പോൾ ചില സഹോദരിമാര് മർക്കോസിന്റെ മാളിക മുറിയിൽ, സ്തോത്രം, മർക്കോസിന്റെ അമ്മയുടെ വീട്ടിൽ കൂടി വരാൻ തയ്യാറായി. അർദ്ധരാത്രിയിൽ, സ്തോത്രം, ഹല്ലേലൂയ, വാതിൽ തുറന്നപ്പോൾ ചെന്ന് കതക് തുറക്കുന്ന ഒരു സ്ത്രീയാണ്. പറയുകയാണ്, പത്രോസ്, ഇത് സഹോദരന്മാരോട് കൂടെ പറഞ്ഞേക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ കൂട്ടായ്മയിൽ സഹോദരിമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ, ദൈവ പൈതലെ, എന്താ ഞാൻ ഉദ്ദേശിച്ചത്? തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. യേശുവിന്റെ കല്ലറയ്ക്ക് ചെല്ലാനും ചില സഹോദരിമാരെ ഉണ്ടായിരുന്നുള്ളല്ലോ. ശിഷ്യന്മാർ പലരും ഓടിപ്പോയപ്പോൾ ആ ക്രൂശിന്റെ ചോട്ടിലും ചില സഹോദരിമാരെ ഉണ്ടായിരുന്നുള്ളല്ലോ. അങ്ങനെയെങ്കിൽ ലോകത്തോട് ആദ്യം സുവിശേഷം അറിയിച്ചത് ഒരു സഹോദരിയാണെങ്കിൽ, നിങ്ങളെ കുറിച്ച് ഞാൻ പറയട്ടെ, ദൈവത്തിന് ചെറുതല്ല വലിയ പദ്ധതികളുണ്ട്. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ശക്തമായി ദൈവം നിങ്ങളെ ഉപയോഗിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഒരു പക്ഷേ അവർ ഓർഡിനേഷൻ കിട്ടിയവരായിരിക്കയില്ല, ഒരു പക്ഷേ അവർ ബലഹീന പാത്രമായിരിക്കാം. എങ്കിലും പത്രോസിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം ഉപയോഗിച്ചത് ഈ ബലഹീന പാത്രങ്ങളെയാണെന്ന് നിങ്ങൾ മറന്നു പോകരുത്. അനേക വീട്ടിൽ സപ്പർ റൂമുണ്ട്, അനേക വീട്ടിൽ അപ്പർ റൂം ഇല്ല. ഈ ദിവസങ്ങളിൽ മാളിക മുറിയിലേക്ക്, വിഷ്മേറത്തിലേക്ക്, സ്തോത്രം, കൊത്തളങ്ങളിലേക്ക് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാകൂ. നിങ്ങൾ പ്രാർത്ഥനയുടെ സ്തോത്രം സമയം ചെലവഴിക്കൂ. പ്രാർത്ഥനയുടെ വാതിൽ, പ്രയർ റൂമിന്റെ വാതിൽ നീ തുറന്നാൽ കാരാഗ്രഹത്തിന്റെ വാതിൽ ദൈവം തുറക്കാൻ ശക്തനാണ്. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? നീ പ്രയർ റൂമിന്റെ വാതിൽ തുറക്കാമോ? പ്രാർത്ഥനാ മുറിയുടെ വാതിൽ നീ തുറക്കാമോ? നിനക്ക് തുറക്കാൻ പറ്റാത്ത കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മറന്നു പോകരുത്. ഞാൻ ചിന്തിക്കുകയാണ്, ഈ 21-ാം നൂറ്റാണ്ടിൽ ഒരു പാസ്റ്ററെ കൊന്നു, അടുത്ത പാസ്റ്ററെ പിടിച്ച് ജയിലിലിട്ടു, ദൈവമക്കളുടെ മുഴുവൻ രക്തസാക്ഷികളായി മരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്നാണ് ഒരു പ്രാർത്ഥന നടക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എങ്കിലും ആ സഹോദരിമാർ പ്രാർത്ഥിക്കാൻ തയ്യാറാകുകയാണ്. അവർ
പ്രാർത്ഥിക്കാൻ ഒരു ദൈവദാസനെ കൊന്നു, അടുത്ത ദൈവദാസനെ കൊല്ലാനായിട്ട് ഓർഡർ ഇട്ടു. ദൈവമേ നീ വിടുവിക്കണമേ, ജാതികൾ കലഹിക്കുകയാണ്, വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുകയാണ്, യഹോവയുടെ അഭിഷിക്തനെതിരെ കൂടി ആലോചിക്കുകയാണ്. ദൈവ പൈതലേ, അവര് റെക്കമെൻഡേഷന് പോയില്ല, അവർ സ്വാധീനിക്കാൻ പോയില്ല, അവര് കൈക്കൂലി കൊടുക്കാൻ പോയില്ല. അവർ ഒറ്റ കാര്യമേ ചെയ്തുള്ളൂ, അവർ പ്രാർത്ഥിക്കാൻ തയ്യാറായി. സ്തോത്രം. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഞാൻ പറയാം, പ്രാർത്ഥന മാത്രം, പ്രാർത്ഥന മാത്രം, പ്രാർത്ഥന മാത്രം. ദൈവം മുമ്പിൽ മുട്ടുകുത്തുന്നവൻ മനുഷ്യന്റെ മുമ്പിൽ മുട്ടുകുത്താൻ ദൈവം സമ്മതിക്കയില്ല. ദൈവം മുമ്പിൽ കരയുന്നവൻ മനുഷ്യന്റെ മുമ്പിൽ കരയാൻ ദൈവം സമ്മതിക്കയില്ല. ദൈവത്തിന്റെ മുമ്പിൽ കൈ മലർത്തുന്നവൻ മനുഷ്യന്റെ മുമ്പിൽ കൈ മലർത്താൻ ദൈവം സമ്മതിക്കയില്ല. അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയോടെ, ആമേൻ, സ്തോത്രം, ഒട്ടകങ്ങളുടെ മുട്ടുള്ള മനുഷ്യനായ യാക്കോബിനെ പോലെ ഈ ദിവസങ്ങളിൽ ഒരു പ്രാർത്ഥന പോരാളിയായി തീരുവാൻ ദൈവം മക്കളോട് ഞാൻ ഉപദേശിക്കുകയാണ്. സ്തോത്രം. ആയിരുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ പുസ്തകത്തിൽ 30 പ്രാവശ്യം 30 പ്രാർത്ഥനകൾ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവമക്കളെ, ആദിമസഭ പ്രാർത്ഥന എന്ന ഗർഭപാത്രത്തിലാണ് ഉരുത്തിരിഞ്ഞു വീണത്. ആമേൻ. അതുകൊണ്ട് നമുക്ക് മറ്റൊന്നും വേണ്ട. നമുക്ക് ഒരേ ഒരു ആയുധം, മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാതെ എന്തിനും ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാം. സ്തോത്രം. ഇനിയും സമയം ഒത്തിരി മുൻപോട്ട് പോയതുകൊണ്ട് എനിക്ക് വന്നിട്ട് 15 മിനിറ്റ് കൂടാണ് ഉള്ളതെന്ന് തോന്നുന്നു. ആ സമയത്ത് അവരുടെ പ്രാർത്ഥനയുടെ രീതിയും പ്രാർത്ഥനയുടെ മറുപടിയും വളരെ വേഗത്തിൽ ചിന്തിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ച വിഷയം എന്താണ്? ഒന്ന്, ആ കാലത്ത് എന്ന പദത്തിന്റെ 4 പ്രത്യേകതകളും. സ്തോത്രം. അപ്പോൾ തന്നെ ഒരു വശം ദൈവപ്രവൃത്തി നടന്നപ്പോൾ ആ കാലത്ത് പിശാച് എഴുന്നേറ്റത്. എവിടെ ദൈവപ്രവൃത്തി നടക്കുമോ അവിടെ പിശാച് എഴുന്നേൽക്കും. 2, യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ, അവനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അവന് പ്രത്യേക ഒട്ടക മുട്ടുകളുള്ള മനുഷ്യൻ എന്ന് നമ്മൾ പഠിച്ചു. പത്രോസ് ഒരു മതില് പോലെ ആയിരുന്നു, യാക്കോബ് ഒരു മതില് പോലെ ആയിരുന്നു. മതിൽ എന്ന പദം നാം ചിന്തിച്ചു. അടുത്തതായി നാം ചിന്തിച്ചത്, ആ കൂട്ടായ്മയിൽ സഹോദരന്മാരില്ലായിരുന്നു. അതൊരു ലേഡീസ് ഫെലോഷിപ്പ് ആയിരുന്നു. അവർക്ക് ഓർഡിനേഷൻ കിട്ടിയവരല്ല, അഥവാ കൈവപ്പ് കിട്ടിയവരല്ല. അവർ ബലഹീന പാത്രങ്ങളാണ്. അവർ ബൈബിൾ സ്കൂളിലൊന്നും പോയവരായിരിക്കില്ല. എങ്കിലും അവർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ നടന്ന വിടുതലാണ് എന്ന് നാം ചിന്തിച്ചു. ഇന്ന് പലർക്കും അപ്പർ റൂം ഇല്ല, മറിച്ച് സപ്പർ റൂം ഉണ്ട്. സ്തോത്രം. ഈ പ്രാർത്ഥനയുടെ വാതിൽ തുറന്നാൽ, കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കാൻ ദൈവം ശക്തനാണെന്ന് നാം പഠിച്ചു. അവർ റെക്കമെൻഡിന് പോകാതെ, കൈക്കൂലി കൊടുക്കാൻ പോകാതെ, സ്വാധീനിക്കാൻ പോകാതെ, ദയാഹർജി കൊടുക്കാൻ പോകാതെ അവർ വിടുവിക്കാൻ കഴിവുള്ള ദൈവം മുമ്പിൽ അവൻ പ്രാർത്ഥിച്ചതായി നാം കാണുന്നു. ആരാണ് നമ്മുടെ ദൈവം? ദൈവത്തിന്റെ ഡെഫിനേഷൻ 91-ാം സങ്കീർത്തനം 1-ാം വാക്യം, അത്യുന്നതൻ. 2, സർവശക്തൻ. നാം പ്രാർത്ഥിക്കുന്ന ദൈവം ആരാണെന്ന് മറന്നു പോകരുത്. അത്യുന്നതൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിനപ്പുറത്തൊരു ഉന്നതനില്ല. 2, സർവശക്തൻ എന്ന് പറഞ്ഞാൽ അർത്ഥം അതിനപ്പുറത്തൊരു ശക്തനില്ല. ഉന്നതനായ ദൈവത്തോട്, സർവശക്തനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസങ്ങൾ ചെറുതല്ല, ചില വലിയ വിടുതലുകൾ, വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടേണ്ടതിനായി ദൈവമക്കൾ പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ കുറിവാക്യം 12-ാം അധ്യായം 5-ാം വാക്യമാണ്. സ്തോത്രം. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിക്കുകയാണ്. എങ്ങനെ? 4 16 2 18 പട്ടാളക്കാരെ പത്രോസ് ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഒരു ക്രിമിനലിനെ നോക്കുന്നത് പോലെ, സ്തോത്രം, ഷിഫ്റ്റായിട്ട് നിന്ന് കാവൽ കാത്തുകൊണ്ടിരിക്കുന്നു. 1 വാതിൽ അടച്ചിരിക്കുന്നു, 1-ാം ഗേറ്റ്, 2-ാം ഗേറ്റ്, 3 വലിയ ഇരുമ്പ് ഗേറ്റ്. സ്തോത്രം. അപ്പോൾ 16 പട്ടാളക്കാര് ഇടത്തും വലത്തും 2 പടയാളികളെ പത്രോസിന്റെ കൂടെ ചേർത്ത് കെട്ടി, സ്തോത്രം, 2 വലിയ ചങ്ങല ഈ 3 പേരെ കൂടെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. സ്തോത്രം. ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, നിസ്സഹായനും നിരായുധനുമായ ഈ ബലഹീന മനുഷ്യനെ ഈ 18 പട്ടാളക്കാര് 2 ചങ്ങലയിട്ട് ബന്ധിച്ച് 1-ാം ഗേറ്റും 2-ാം ഗേറ്റും 3-ാം ഗേറ്റും ഇത്ര ബന്ധവസ്ഥാക്കേണ്ട കാര്യമുണ്ടോ? ദൈവമക്കളെ, എന്തിനാണ് ഒരു സാധാരണക്കാരന് ഇത്ര വലിയ പിശാച് പേടിക്കുന്നത്, മനുഷ്യർ പേടിക്കുന്നത്? ഒറ്റ കാര്യം അവരുടെ മനസ്സിൽ കിടപ്പുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ്
ഇവരുടെ നേതാവിനെ ഇതുപോലൊന്നും ബന്ധിക്കാൻ നോക്കിയതാണ്. അവൻ കല്ലറയ്ക്കകത്ത് വെച്ചിട്ട്, സ്തോത്രം, കല്ലുരുട്ടി വെച്ചിട്ട് അതിന്മേൽ റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര വെച്ചിട്ട് പടയാളികളെ കാവൽ നിർത്തിയിട്ട് 3 ശക്തികൾ ഒരുപോലെ അവിടെ നിന്നു. 1 റോമ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ ശക്തി, 2 യഹൂദത്തിന്റെ മതത്തിന്റെ ശക്തി, 3 സ്തോത്രം പൈശാചിക ശക്തികൾ, മത രാഷ്ട്രീയ പൈശാചിക ശക്തികൾ കൈകോർത്ത് പിടിച്ച ഒരു വിടുതൽ ഉണ്ടാകരുത്, അവനൊരു ഉയർപ്പുണ്ടാകരുത്, യേശു വെളിയിൽ വരരുതെന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 ശക്തികൾ അന്ന് അവിടെ നിന്നതാണ്. എന്നാൽ അവരറിയാത്തൊരു ശക്തി, അത് പരിശുദ്ധാത്മാവിന്റെ ശക്തി, കല്ലറയ്ക്കകത്തേക്ക് വ്യാപരിക്കാൻ തുടങ്ങിയപ്പോൾ കല്ല് ഉരുണ്ടും മാറി, മുദ്ര പൊട്ടി, പടയാളികളുടെ ബോധം കെട്ട് പിശാചിന്റെ തല തകർന്നുകൊണ്ട് കർത്താവ് മരണമേ നിന്റെ ജയം എവിടെ, സാത്താനെ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെയും സാത്താനെയും ജയിച്ച ഉയർത്തെഴുന്നേറ്റെങ്കിൽ ആ റിസറക്ഷൻ പവർ, ആ ഉയർപ്പിന്റെ അത്യന്ത ശക്തി, വ്യാപാര ശക്തി, അളവില്ലാത്ത ശക്തി എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിളും അൺമെഷറബിളുമായ ശക്തി അവിടെ വ്യാപരിച്ചപ്പോൾ ഒരു വിടുതൽ നടന്നെങ്കിൽ അതേ ശക്തി ഈ പത്രോസിന്റെ മേലും വ്യാപരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്രയും പേടിച്ച് ബന്ധവസ്ഥാക്കുകയാണ്. ദൈവത്തിന്റെ പൈതലേ, നീ ഇന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നീ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ആനയ്ക്ക് ആനയുടെ ബലം വലിപ്പം അറിയാൻ കഴിയാത്തതുപോലെ ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഉള്ളിലുള്ള അഭിഷേകം എന്താണെന്നും, നിങ്ങളുടെ ഉള്ളിലുള്ള യേശു ക്രിസ്തുവിന്റെ അധികാരം എന്താണെന്നും, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇരുവായ്ത്തലയുള്ള വചനത്തിന്റെ ശക്തി എന്താണെന്നും, സർവായുധ വർഗത്തിന്റെ ശക്തി എന്താണെന്നും, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അളവറ്റ ശക്തി എന്താണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാക്. നിന്റെ മുമ്പിൽ ഏത് കോട്ടക്കൊത്തളങ്ങളും ഇരുമ്പോടാമ്പലുകളും താമ്ര കഥകളും ചുടമന രഗതനരവശാന്തര ധൂരാമാനഘടക ചെങ്കടല് പോലെ, യോർദാൻ പോലെ, എരിഹോ കോട്ട പോലെ, പർവ്വതങ്ങൾ പോലെ, മലകൾ പോലെ, കുന്നുകൾ പോലെ നിൽക്കുന്ന ഗോലിയാത്ത് പോലെ നിൽക്കുന്ന വമ്പൻ പ്രശ്നങ്ങൾ, ശത്രു നിനക്കെതിരെ ഒരുക്കിയിരിക്കുന്ന ചീട്ടുകൊട്ടാരം ഒരു കാറ്റടിക്കുമ്പോൾ മറിഞ്ഞു വീഴുന്നത് പോലെ അവന്റെ ഓലപ്പാമ്പ് കണ്ട് നീ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ശക്തി നിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട്, ഈ അധോരക്ഷി, ഈ സ്തോത്രം നിന്റെ മേൽ ദൈവം പകർന്നത് കൊണ്ട്, ഈ ഡുനാമിസ് പവർ നിന്റെ മേൽ പകർന്നത് കൊണ്ട് സ്തോത്രം ജയം നമുക്ക് നിശ്ചയമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ പ്രതിസന്ധിയിലാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഇനി പെട്ടെന്ന് ഞാൻ പറഞ്ഞതാ, പെട്ടെന്ന് ഞാൻ മൈൻഡപ്പ് ചെയ്യാം. സ്തോത്രം. ശരിക്കും പറഞ്ഞാൽ ഞാൻ മുഖപുര പറഞ്ഞതേ ഉള്ളൂ, പ്രസംഗം കിടക്കുന്നുള്ളൂ. എന്നാൽ 10 മിനിറ്റ് കൊണ്ട് സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പോ 3:35 ഓക്കെ, 3:45 ആകുമ്പോൾ ഞാൻ അവസാനിപ്പിക്കാം കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ വ്യത്യസ്ത ടൈം സോണിൽ നിന്ന് വരുന്ന ആളുകളാണ്, നിങ്ങൾ പലരും ഡ്യൂട്ടിയും ജോലിക്കും ഒക്കെ ഉള്ളവരാണ്. അതുകൊണ്ട് ഞാൻ 10 മിനിറ്റ് കൊണ്ട് നിർത്താം. ഒന്ന്, എപ്പോൾ പ്രാർത്ഥിച്ചു? നമ്മുടെ 12:5 പ്രാർത്ഥനയാണ്. ഈ 12:5 ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു എന്നുള്ള പദത്തിന് എപ്പോൾ പ്രാർത്ഥിച്ചു? ഒന്നാമത്തെ ചിന്ത, എപ്പോഴാണ് പ്രാർത്ഥിച്ചത്? മറുപടി, കഷ്ടകാല സമയത്ത് പ്രാർത്ഥിച്ചു, പ്രതികൂല സമയത്ത് പ്രാർത്ഥിച്ചു. ആമേൻ. അപ്പോൾ ഈ സഭയുടെ അവസ്ഥ പ്രതികൂലമാണ്, ഈ സഭയുടെ അവസ്ഥ കഷ്ടകാലമാണ്. ദൈവത്തിന്റെ പൈതലേ, നീ കഷ്ടകാലങ്ങളിലൂടെയാണ് പോകുന്നതെങ്കിൽ, ചില പ്രതികൂലങ്ങളിലൂടെയാ പോകുന്നെങ്കിൽ, ചില ബന്ധനങ്ങളിലൂടെയാ പോകുന്നെങ്കിൽ, ചില കഷ്ടതയിലൂടെയാ പോകുന്നെങ്കിൽ, സ്തോത്രം, ഈ സമയത്ത് മുട്ടുകുത്തു, പ്രാർത്ഥിക്കൂ, വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ ഇടയായി തീരും. 2, അവൻ ആ വാക്യത്തിലുള്ള കാര്യം ഞാൻ പറയുന്നു. ആരാണ് പ്രാർത്ഥിച്ചത്? ആരാണ് പ്രാർത്ഥിച്ചത്? ആരാണ് പ്രാർത്ഥിച്ചതെന്ന് അവിടെ എഴുതിയിട്ടില്ല. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സഭയാണ് പ്രാർത്ഥിച്ചത്, സഭയാണ് പ്രാർത്ഥിച്ചത്. മത്തായിച്ച പ്രാർത്ഥിച്ചു എന്നില്ല, തങ്കമ്മ പ്രാർത്ഥിച്ചു എന്നില്ല. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ആ പേര് എഴുതാഞ്ഞത്? അവരാരും പേരിന് വേണ്ടി പ്രാർത്ഥിച്ചവരല്ല, അവരാരും പ്രശസ്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരല്ല. അതുകൊണ്ട് തന്നെ അവർ കൂടി വന്നപ്പോൾ ആരുടെയും പേര് വെളിച്ചത്ത് വന്നില്ല. കർത്താവേ,
ഞങ്ങൾക്കല്ല അങ്ങയുടെ നാമത്തിന് മഹത്വം വരുത്തണമേ. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കൂ, ദൈവപ്രവർത്തി വെളിപ്പെടും. 3, ആരോട് പ്രാർത്ഥിച്ചു? അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത്. ദൈവം ആരാണെന്ന് ഞാൻ പറഞ്ഞു. ദൈവം സർവശക്തന, അതിനപ്പുറത്തൊരു ശക്തനില്ല. ദൈവം ആരാണ്? ദൈവം അത്യുന്നതനാണ്, അതിനപ്പുറത്തൊരു ഉന്നതനില്ല. സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ, സ്വയം പൂവായ ദൈവത്തോട് പ്രാർത്ഥിക്കൂ, വിടുതൽ നിശ്ചയമാണ്. 4, ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? ആ വാക്യത്തിലുണ്ട്, പത്രോസിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ ദൈവദാസനെ വിടുവിക്കണം. ഒരു ദൈവദാസനെ കൊന്നു, അടുത്ത ദൈവദാസനെ പിടിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പാപ്പച്ചൻ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ അവർ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട്, പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട്. സ്തോത്രം. പത്രോസിന് ബന്ധനമുണ്ട്, പുറത്തുള്ള സഭയ്ക്ക് ബന്ധനമില്ലാത്ത സഭ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. എത്ര സമയം പ്രാർത്ഥിച്ചു? മറുപടി കിട്ടുന്നത് വരെ. ഒരു നോൺ സ്റ്റോപ്പ് പ്രയർ ആയിരുന്നു, ഒരു ഓൾ നൈറ്റ് പ്രയർ ആയിരുന്നു, ഒരു മുഴുരാത്രി പ്രാർത്ഥനയായിരുന്നു. ദൈവമക്കളെ, എത്ര നേരം പ്രാർത്ഥിക്കണം? മറുപടി കിട്ടുന്നവരെ പ്രാർത്ഥിക്കണം. ഏലിയാവ് 6 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ഒന്നും കണ്ടില്ല. പക്ഷെ ഏലിയാവ് 7-ാം പ്രാവശ്യവും പ്രാർത്ഥിക്കാൻ തയ്യാറായി. ഞാൻ ഇങ്ങനെ ചോദിക്കുന്നു, 7 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ലെങ്കിലോ? ഏലിയാവ് 8-ാം പ്രാവശ്യവും പ്രാർത്ഥിക്കാൻ തയ്യാറാകുമായിരുന്നു. ദൈവ പൈതലേ, ഈ ദിവസങ്ങളിൽ നീ കഷ്ടകാല സമയത്ത്, പ്രതികൂല സമയത്ത്, പ്രതിസന്ധികളുടെ സമയത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകും. സ്തോത്രം. ഒരു സെക്കൻഡ്. സ്തോത്രം. സോറി, അയാൾ വാതിക മുട്ടി ഓപ്പൺ ചെയ്യാൻ പോയതാണ്. ഹല്ലേലൂയ. കഷ്ടകാല സമയത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ. സ്തോത്രം. പ്രതിസന്ധിയുടെ സമയത്ത്, പ്രതികൂല സമയത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ. ആരാണ് പ്രാർത്ഥിച്ചത്? സഭയാണ്. പേരെടുക്കാൻ പ്രാർത്ഥിച്ചതല്ല. 3, ആരോട് പ്രാർത്ഥിച്ചു? ദൈവത്തോട് പ്രാർത്ഥിച്ചു. 4, ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? പത്രോസിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. 5, എങ്ങനെ പ്രാർത്ഥിച്ചു? അവിടെ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധയോടെയാണ് പ്രാർത്ഥിച്ചത്. ശ്രദ്ധയോടെ. സമയമില്ലെങ്കിൽ വിശദീകരിക്കാൻ ഞാനങ്ങ് പറഞ്ഞുവിടാം. വേദപുസ്തകത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പദമാണ് ശ്രദ്ധ എന്നുള്ളത്. എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. വചനം കേൾക്കുന്നത് എങ്ങനെ കേൾക്കണം? കേട്ട വചനം അതിശ്രദ്ധയോടെ കരുതണം. എങ്ങനെ യേശുവിനെ നോക്കണം? എബ്രായർ 3:1 നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. ശ്രദ്ധിച്ചു നോക്കി ദൈവവചനം പറയുവാൻ കഴിയും. 34-ാം സങ്കീർത്തനം 5-ാം വാക്യം. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. 1, യേശുവിനെ നോക്കുന്ന ശ്രദ്ധിച്ച്. 2, വചനം കേൾക്കുന്നത് ശ്രദ്ധിച്ച്. അപ്പോസ്തല പ്രവൃത്തി 12:5 എങ്ങനെ പ്രാർത്ഥിക്കണം? ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. യാക്കോബ് 5:14 നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. സ്തോത്ര. യേശുവിന്റെ പ്രാർത്ഥന ലൂക്കോസ് 22:44 പിന്നെ അവൻ പ്രാണവേദനയിലായി, അവന്റെ വിയർപ്പ് തുള്ളികൾ വലിയ രക്തം പോലെ നിലത്ത് വീണു, അവൻ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിക്കണം? അവൻ സഭയുടെ പ്രാർത്ഥന ശ്രദ്ധയോടെ, നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയോടെ. യേശുവിന്റെ പ്രാർത്ഥന ശ്രദ്ധയോടെയല്ല, അതിശ്രദ്ധയോടെ. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം 7-ാം വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഗോത്രപിതാക്കന്മാർ 12 ശ്രദ്ധയോടെ ആരാധിച്ചു വന്ന ദൈവം. ദൈവമക്കളെ, എങ്ങനെ പ്രാർത്ഥിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം, എങ്ങനെ പ്രാർത്ഥിച്ചു? ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ശ്രദ്ധ എന്ന വിഷയത്തിൽ 4 കാര്യം നമ്മൾ പഠിച്ചു. അത് തന്നെ ഒരു പ്രസംഗക്കുറിപ്പാണല്ലേ. ഹല്ലേലൂയ. 2:1 ശ്രദ്ധിച്ച് വചനം കേൾക്കുക. എബ്രായർ 3:1 ശ്രദ്ധിച്ച് യേശുവിനെ നോക്കുക. എബ്രായർ 12 അപ്പോസ്തലപ്രവൃത്തി 12:5 ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക. ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതിന് പല വിഷയങ്ങൾ നാം ചിന്തിച്ചു. സഭയുടെ പ്രാർത്ഥന ശ്രദ്ധയോടെ, പിന്നെ നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയോടെ. സ്തോത്രം. യേശുവിന്റെ പ്രാർത്ഥന ശ്രദ്ധയോടെ അല്ല, പിന്നെ അതിശ്രദ്ധയോടെ. സ്തോത്രം. പിന്നെ അപ്പോസ്തലപ്രവൃത്തി 26:7 നാം കണ്ടു, ശ്രദ്ധയോടെ ആരാധിക്കണം.
ദൈവമക്കളെ, നമ്മൾ ഇത്രയും നാള് യേശുവിനെ നോക്കിയിട്ട് കണ്ടില്ല എന്ന് പറയുന്നു. നമ്മൾ കാണാത്തതിന്റെ ഒറ്റ കാരണമുള്ളൂ, നമ്മൾ നോക്കിയത് എങ്ങനല്ല, ശ്രദ്ധിച്ചല്ല നോക്കിയത്. ശ്രദ്ധിച്ചു നോക്കിയവർക്ക് യേശുവിനെ കാണാനും മുഖം ലജ്ജിക്കാത്ത സാക്ഷിയായിട്ട് നടക്കാൻ കഴിയൂ. എത്ര സമയം പ്രാർത്ഥിച്ചു, അതാണ് നാം ചിന്തിച്ചത്. മറുപടി കിട്ടുമ്പോൾ എവിടെയാണ് പ്രാർത്ഥിച്ചത്, എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? നാം ചിന്തിച്ചു, ഒരു ലേഡീസ് ഫെലോഷിപ്പ് ആയിട്ടാണ് പ്രാർത്ഥിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, ആമേൻ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എങ്ങനെ പ്രാർത്ഥിക്കണം, ആര് പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം, ആരോട് പ്രാർത്ഥിക്കണം, ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എത്ര സമയം പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എവിടെ പ്രാർത്ഥിക്കണം എന്നുള്ള ചിന്തയൊക്കെ നാം ചിന്തിച്ചു. ദൈവമക്കളെ, ഈ വാക്യം 34-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിന് നിറവേറലായിരുന്നു. 34-15 ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ കണ്ണ് നിങ്ങളുടെ നിലവിളിക്കും തുറന്നിരിക്കുകയാണ്. കർത്താവിന്റെ ചെവി എവിടെയാണ്? കർത്താവിന്റെ ചെവി ദൈവമക്കളുടെ നിലവിളിക്ക് എന്ന് പറഞ്ഞാൽ സഭയുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവിന്റെ ചെവി തുറന്നു. കർത്താവിന്റെ കണ്ണ് എവിടെയായിരുന്നു? നീതിമാനായ പത്രോസിന്റെ മേൽ. ഹല്ലേലൂയ. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. സ്തോത്രം. കണ്ടോ, അവൻ ദൈവമക്കളുടെ നിലവിളിക്ക് തുറന്നിരിക്കുന്നു ചെവി. എന്റെ കർത്താവിന്റെ കണ്ണ് ചെയ്യാണ് നീതിമാന്മാരുടെ മേലും പത്രോസിന്റെ മേൽ ഇരിക്കുകയാണ്. ആ വാക്യം നിറവേറുകയാണ്. അപ്പോ ഈ പ്രാർത്ഥന എനിക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകുന്നത് കൊണ്ട് പെട്ടെന്ന് ഞാൻ ഓടിച്ചു പറഞ്ഞു. നിങ്ങൾക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അത് നിങ്ങൾക്ക് അത് സക്സസ് ആകുന്നുണ്ടോ? ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഓടിച്ചു പോകുന്നുണ്ട്. സ്തോത്രം. ഇനി ഞാൻ 5 മിനിറ്റോടെ പെട്ടെന്ന്, ആമേൻ. ഈ പ്രാർത്ഥന ഇങ്ങനെയാണെങ്കിൽ അവർക്ക് 7 രീതിയിലാണ് മറുപടി കിട്ടിയത്. 7 രീതിയിൽ മറുപടി കിട്ടി. ഒന്ന്, ആമേൻ, ഇവർ പ്രാർത്ഥിച്ചു, സഭ പ്രാർത്ഥിച്ചു, ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ പത്രോസ് സുഖമായിട്ട് ഉറങ്ങി. ഒന്നാമത്തെ പ്രാർത്ഥന മറുപടി എന്താണ്? പത്രോസ് നല്ല ഉറക്കം കിട്ടി. പത്രോസ് ഒരു പൊതുവെ ഒരു ഉറക്കക്കാരനാണ്, അല്ലേ? സ്തോത്രം. പത്രോസ് ഗതസമനെ കിടന്നുറങ്ങി, പത്രോസ് മറുരൂപമലയെ കിടന്നുറങ്ങി, പക്ഷെ പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നുറങ്ങി. പക്ഷെ ഈ പഴയ ഉറക്കമല്ല ഈ ഉറക്കം, അല്ലേ? ഈ ഉറക്കം ഏതുറക്കമാണ്? സ്തോത്രം. ഞാൻ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങും, നീയല്ലോ എന്നെ അഭയം വസിക്കുമാറാക്കിയത്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം. ദാനിയേൽ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് കിടന്ന് ഉറങ്ങിയതുപോലെ അവൻ സുഖമായിട്ട് അവൻ കിടന്ന് ഇവൻ ഉറങ്ങുകയാണ്. ദൈവമക്കളെ, എന്താണ് സംഭവിച്ചെന്നറിയാമോ? ദൈവമക്കൾ പ്രാർത്ഥിച്ചപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം ആർക്ക് കിട്ടി? നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സുഖമായിട്ട് ഉറങ്ങട്ടെ. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ മാതാപിതാക്കൾ നാട്ടിൽ സുഖമായി ഉറങ്ങട്ടെ. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കൂ, ആമേൻ, സമാധാനമില്ലാത്ത പലരും സുഖമായിട്ട് ഉറങ്ങട്ടെ. പ്രാർത്ഥനയുടെ ഒന്നാമത്തെ മറുപടി അതാണ്, ആമേൻ, അവൻ സുഖമായിട്ട് ഉറങ്ങി. എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. പത്രോസ് ഉറങ്ങാൻ കാരണം വാഗ്ദത്തം ഉണ്ട്. എന്താ വാഗ്ദത്തം? വൃദ്ധനായ ശേഷമേ മരിക്കൂ എന്ന് വാഗ്ദത്തം ഉണ്ട്. ദൈവത്തിന്റെ പൈതലെ, നിനക്കൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ അതിനെതിരെ ഹേരോദാവ് എത്ര തന്നെ ജയിലറെ ഒരുക്കിയാലും, ആരാച്ചാരം ഒരുക്കിയാലും, കഴുകുമരം ഒരുക്കിയാലും വാഗ്ദത്തം നിറവേറാതെ നിന്നെ തൊടാൻ സാധ്യമല്ല. നീ വൃദ്ധനായിട്ട് മരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതേ നടക്കത്തുള്ളൂ. വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് നീ ഉറങ്ങിയാട്ടെ. സ്തോത്രം. പക്ഷേ എനിക്ക് ഈ പത്രോസിനേക്കാളും ഇഷ്ടമുള്ള ഒരു കഥാപാത്രം ബൈബിളിലുണ്ട്. ഇവൻ വാഗ്ദത്തം ഉണ്ടെന്ന് പറഞ്ഞ് സുഖമായിട്ട് ഉറങ്ങി. പക്ഷെ അർദ്ധരാത്രിക്ക് ആമേൻ 2 പേര് ഇതേ കാരാഗ്രഹത്തിൽ കടന്നു. അവരെന്ത് ചെയ്തെന്നറിയാമോ? കാരാഗ്രഹത്തിൽ എഴുന്നേറ്റ് പൗലോസും ശീലാസും ആരാധിക്കാൻ തുടങ്ങി. ദൈവമക്കളോട് ഞാൻ പറയുന്നു, വാഗ്ദത്തം ഉണ്ടെന്ന് പറഞ്ഞ് ഉറങ്ങിക്കിടക്കാതെ പൗലോസിനെ പോലെ ശീലാസിനെ പോലെ ആരാധിക്കാൻ തയ്യാറാകൂ. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങാൻ സമയമായി. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കാൻ സമയമായി. അവൻ ചങ്ങല പോലെയുള്ള പ്രതിസന്ധികൾ പൊട്ടി മാറുവാൻ സമയമായി.
ചുടമനരഗതന റബഷിയന്തരെ ചൂടാമാനഘടക സംഭവ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രാർത്ഥനയുടെ മറുപടി. ആമേൻ ആമേൻ. ഉറങ്ങാൻ കഴിയാത്ത വിഷയങ്ങളുടെ നടുവിലും സുഖകരമായി ഉറക്കം കൊടുത്തു. രണ്ടാമത്തെ മറുപടി. ആമേൻ ദൂതൻ അവിടെ ഇറങ്ങുകയാണ്. നിനക്ക് ചെല്ലാൻ പറ്റാത്ത ചില സ്ഥലങ്ങളിൽ. നമുക്ക് ആർക്കെങ്കിലും ജയിലിന്റെ അകത്ത് കയറാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആരിറങ്ങും? ദൂതൻ ഇറങ്ങും. ദൂതൻ ഇറങ്ങിയാൽ കുളം കലങ്ങും കേട്ടോ. ദൂതൻ ഇറങ്ങിയാൽ സിംഹത്തിന്റെ വായടയും. ദൂതൻ ഇറങ്ങിയാൽ തീയുടെ ബലം കെടും. ദൂതൻ ഇറങ്ങി വിടുവിക്കും കേട്ടോ. ഇവിടെ ഇരുന്ന് നീ സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ നിന്റെ നാട്ടിൽ, നിന്റെ കുടുംബത്തിൽ എവിടെ ബ്ലോക്ക് ചെയ്യപ്പെട്ടോ, സെരുബാബേലിന്റെ താമ്ര കതകുകൾ, ഇരുമ്പോടാമ്പലുകൾ തകർക്കുവാൻ കോരശിന് വേണ്ടി ദൈവത്തിന്റെ ദൂതൻ പുറപ്പെട്ടതുപോലെ എബ്രായർ 1:13 പറയുന്ന നിന്റെ ശുശ്രൂഷയ്ക്ക് ദൈവം തന്ന സേവക ആത്മാക്കളായ ദൂതന്മാർ ആമേൻ ഇറങ്ങാൻ പോകുകയാണ്. സ്തോത്രം. മൂന്നാമത്തെ ചിന്ത. ആമേൻ വാക്യം 7, ഒരു വെളിച്ചം പ്രകാശിച്ചു. നാലാമത്തെ വിടുതൽ. കെട്ടുകൾ അഴിഞ്ഞു. പത്രോസിനെ തട്ടിയപ്പോൾ അവനെ ചങ്ങല അഴിഞ്ഞു വീഴുകയാണ്. ചില കെട്ടുകൾ ഇന്ന് അഴിയാൻ പോവുകയാണ്. അവൻ കൂനിയായ അമ്മച്ചിയുടെ ബന്ധനം അഴിഞ്ഞതുപോലെ, ലാസറിന്റെ കെട്ട് അഴിഞ്ഞതുപോലെ, പൗലോസിന്റെ ശീലാസിന്റെ ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നതുപോലെ, കഴുതയുടെ കെട്ട് അഴിച്ചതുപോലെ, ലാസറിന്റെ കെട്ട് അഴിച്ചതുപോലെ, മനുഷ്യപുത്രൻ പിശാചിന പ്രവർത്തികളെ അഴിപ്പാൻ വന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് പോരാടുന്ന, നിങ്ങളുടെ കുടുംബത്തോട് പോരാടുന്ന, നിന്റെ കുഞ്ഞുങ്ങളോട് പോരാടുന്ന, നിന്റെ ശരീരത്തോട് പോരാടുന്ന, നിന്റെ ആത്മീയ ഭൗതിക ശാരീരിക മാനസിക വിഷയത്തോട് പോരാടുന്ന ചില കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞ് 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 അത് പൊട്ടി മാറേണ്ടതിനായി, ആ കെട്ടുകൾ അഴിയേണ്ടതിനായി പ്രാർത്ഥനയുടെ മറുപടി. ഉറക്കമില്ലാത്തവർക്ക് ഉറക്കം കിട്ടാൻ പോകുന്നു. സ്തോത്രം. ദൈവത്തിന്റെ ദൂതൻ നിനക്ക് ചെല്ലാത്തടത്ത് നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുന്നു. സ്തോത്രം. നിനക്ക് വേണ്ടി ഒരു വെളിച്ചം അന്ധകാരത്തിൽ അറയിൽ പ്രകാശിക്കാൻ പോകുന്നു. നിന്റെ കെട്ടുകൾ അഴിഞ്ഞു. അഞ്ചാമത്തെ ചിന്ത. അടഞ്ഞ വാതിലൊക്കെയും തുറന്നു. ദൂതൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ, ദൂതൻ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ അടഞ്ഞ വാതിൽ തുറന്നെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളോട് വചനത്തിന്റെ മധ്യത്തിൽ നിന്ന് ഞാൻ ദൂത് പറയുന്നു. അടഞ്ഞ വാതിൽ തുറക്കുന്ന പകലാണ്. ചങ്ങലകൾ പൊട്ടുന്ന പകലാണ്. സ്വന്തം ദൂതൻ ഇറങ്ങുന്ന പകലാണ്. ഒരു വെളിച്ചം ആ വിഷയത്തിന്റെ മേൽ വ്യാപരിക്കുന്ന പകലാണ്. ഹല്ലേലൂയ. അല്പസമയം ദൈവമക്കൾ ദൈവസന്നിധിയിൽ ഒന്ന് സ്തോത്രം ചെയ്താണ്. ഞാൻ എന്റെ മെസ്സേജ് അവസാനിപ്പിച്ചു. അടുത്ത 2-3 പോയിന്റ് ഞാൻ എടുക്കുന്നില്ല. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി, മധ്യസ്ഥ പ്രാർത്ഥനയുടെ മറുപടി, ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന, നീതിമാന്റെ പ്രാർത്ഥന, അതിശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയിൽ ഉറക്കം നഷ്ടപ്പെട്ട വിഷയത്തിന് നടുവിൽ, അടഞ്ഞുപോയ ചില വിഷയങ്ങളുടെ നടുവിൽ, ബന്ധിച്ചു വെച്ചിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ചുടമന ഘടകസി ഇന്ന് ദൂതൻ ഇറങ്ങിയ ഒരു വിടുതൽ. കുളം കലങ്ങുമ്പോൾ ഇറങ്ങുന്നവർക്ക് വിടുതലുള്ളതുപോലെ ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും അപ്പോസ്തല പ്രവൃത്തി 12 ആവർത്തിക്കുന്ന ദിവസമാണ്. അല്പസമയം ആരാധിച്ചോട്ടെ. ദൈവിക വിടുതൽ ഇന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. റബ 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 ഷിയംതരി ശൈദ ബല ബല റിബ ബബ ഷിയംതരി സുഡര ബല 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 ബൗഷാര ബല ബൗതി ഹംതരി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സോഫിയാനിയുടെ മേലൊരു വിടുതൽ നടക്കട്ടെ. പ്രിയ ജസി രാജുവിന്റെ മേലൊരു വിടുതൽ നടക്കട്ടെ. പ്രിയ ബ്ലസ്സി സിസ്റ്ററുടെ മേലൊരു വിടുതൽ. കാരാഗ്രഹത്തിൽ വാഗ്ദത്തോടെന്ന് പറഞ്ഞ് ഉറങ്ങിക്കിടക്കരുത് കേട്ടോ. പൗലോസിനെ പോലെ ശീലാസിനെ പോലെ ആരാധിക്കാൻ തയ്യാറാകുക. പാതാള ഗോപുരത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്ന ദിവസമാ. ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുന്ന ദിവസമാ. അടഞ്ഞു കിടക്കുന്ന വാതിൽ തുറക്കുന്ന വിഷയമാ. പ്രിയ സിസ്റ്ററുടെ മേൽ, ലിസിമോളുടെ മേൽ, എൽസി ആൻറ്റിയുടെ മേൽ, പ്രിയ അമ്മു സിസ്റ്ററുടെ മേൽ, സാലി സിസ്റ്ററുടെ മേൽ ഒരു വിടുതൽ സംഭവിക്കുകയാ. കാരാഗ്രഹത്തിൽ വെളിപ്പെട്ട ദൈവശക്തി പ്രിയ മറിയാമ്മച്ചോന്റെ മേൽ, മോളമൻ രാജു ഡൽഹിയിൽ നിന്ന് ചുടമ ദൈവ പ്രവൃത്തി വ്യാപരിക്കട്ടെ. പ്രിയ പ്രൈസിരാജന്റെ മേൽ, ഷൈൻ സിസ്റ്ററുടെ മേൽ, ജയ്മോളുടെ മേൽ, ജെനി ജിജി സിസ്റ്ററുടെ മേൽ, മിനി സിസ്റ്ററുടെ മേൽ, ഗ്രേസിയുടെ മേൽ, പ്രിയ അജി സാജുവിന്റെ മേൽ, നാട്ടിൽ കയറിയ പ്രിയ
വലിയ അനുഗ്രഹങ്ങളുടെ മേൽ സ്തോത്രം സ്തോത്രം. പ്രിയ ഡോക്ടറുടെ മേൽ, ശാന്തമ്മ ബാബുവിന്റെ മേൽ, എല്ലാവരുടെ മേൽ വിടുതൽ. അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ടെ. ദൂതം വന്നപ്പോൾ 1-ാം ഗേറ്റും 2-ാം ഗേറ്റും പുറമെയുള്ള ഗേറ്റൊക്കെ സ്വതവേ തുറക്കുകയാ. ഇത് വഴി തുറക്കുന്ന പകല. കേവലം ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ല, വചന വെളിപ്പാടിൽ ഞാൻ പറഞ്ഞതാ. വചനത്തിന്റെ മധ്യത്തിൽ നിന്ന് ആലോചന പറഞ്ഞതാ. നിന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയുടെ നടുവിൽ, ഉപവാസത്തോടുകൂടിയ പ്രാർത്ഥനയുടെ നടുവിൽ, കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥനയുടെ നടുവിൽ ചിലതെല്ലാം പൊട്ടിമാറാൻ പോവുകയാ. അടഞ്ഞ വാതിലുകൾ തുറക്കാൻ പോവുകയാ. മരണത്തിന് വിധിക്കപ്പെട്ട സ്ഥാനത്ത് ഉടമന നിനക്ക് അവധി പറഞ്ഞ സ്ഥാനത്ത്, ഉടമന നാളെ നേരം വിളിപ്പിക്കുകയില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ചുടാമന സന്ദര ദൂതൻ ഇറങ്ങിയുള്ള ഒരു വിടുതലിന്റെ നടുവിൽ ഒരു ദൈവ പ്രവർത്തി വെളിപ്പെട്ട് പത്രോസിന്റെ കൈക്ക് പിടിച്ച് ഐസിയുവിന്റെ വെളിയിൽ കൊണ്ടുവരുന്നത് പോലെ, കാരാഗ്രഹത്തിന്റെ വെളിയിൽ കൊണ്ടുവരുന്നത് പോലെ, സിംഹത്തിന്റെ ഗുഹയുടെ വെളിയിൽ കൊണ്ടുവരുന്നത് പോലെ എന്നോട് ദൈവാത്മാവ് പറയുന്നു. ചില സൂപ്പർ നാച്ചുറൽ ഡെലിവറൻസ്, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളതല്ല കേട്ടോ, ചില സൂപ്പർ നാച്ചുറൽ വെളിപ്പാട് ദൈവാത്മാവ് എനിക്ക് തരിക. ചില ഡെലിവറൻസ് നടക്കുകയാ, ചില ബ്രേക്ക് ത്രൂ നടക്കുകയാ, ചില മിറക്കിൾ നടക്കുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൂതൻ ഇറങ്ങിയുള്ള വിടുതൽ. ചങ്ങല പൊട്ടുന്ന പകൽ, അടഞ്ഞ വാതിൽ തുറക്കുന്ന പകൽ, ഉടമന വെളിച്ചം പ്രകാശിക്കുന്ന പകൽ, ഉടമന ഘടക അടഞ്ഞ വാതിൽ തുറന്നതിനെ പുറത്തു കൊണ്ടുവരുന്ന പകൽ. നീ ഇനിയും പ്രസംഗിക്കണം, നീ ഇനിയും പാടണം, നീ ഇനിയും പ്രാർത്ഥിക്കണം. ചില മരണം നീ മുമ്പിൽ കണ്ടില്ലേ? ഉടമന ഘടകസ്ഥിതിന്റെ കൂടെ നടന്ന യാക്കോബിന്റെ മരണം നീ കണ്ടതല്ലേ? ആ മരണം കൊണ്ട് തകർക്കുകയല്ല, മരണം കൊണ്ട് ദൈവപ്രവൃത്തി അവസാനിക്കുകയല്ല. പറയുന്നു നീ ചില ലേഖനങ്ങൾ എഴുതാനുള്ളവനാ, ചിലരെ ഉയർപ്പിക്കാനുള്ളവനാ, ചില പുസ്തകങ്ങൾ എഴുതാനുള്ളവനാ, ചില അത്ഭുതങ്ങൾ ചെയ്യാനുള്ളവനാ, പെന്തക്കോസ്തിന്റെ താക്കോലുള്ളവനാ. അതിൽ നിന്നെയാണ് ഞാൻ കരങ്ങളിൽ എടുക്കുന്നത്. പ്രിയമാരിലൂടെ വിടുതൽ സംഭവിച്ചതുപോലെ പ്രിയ ദൈവദാസിമാരെ, നിങ്ങളിലൂടെ ചില വിടുതൽ ചിലർക്ക് നടക്കേണ്ടതുണ്ട്. നിങ്ങൾ ചിലരെ അന്ധകാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരേണ്ടവരാ, നിങ്ങൾ കാരാഗ്രഹത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരേണ്ടവരാ, നിങ്ങൾ ലോകത്തോട് സുവിശേഷം പറയേണ്ടവരാ. നിങ്ങൾ പലരും പേടിച്ച് അടച്ച വാതിൽ ഒളിച്ചിരിക്കുമ്പോൾ കല്ലറക്കൽ ഓടിയ മറിയെ പോലെ നിങ്ങൾ കർത്താവിന്റെ പാദപീഠത്തിൽ മറിയെ ഇരുന്നത് പോലെ ഇരുന്ന് പ്രാപിക്കേണ്ട ദൈവമക്കൾ. പിതാവേ, ഈ ജനത്തെ പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവം തന്ന അധികാരം ഉപയോഗിച്ച് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. ബ്ലസ് ചെയ്യുന്നു, ബ്ലസ് ചെയ്യുന്നു. മാതാക്കളെ ബ്ലസ് ചെയ്യുന്നു, ഈ ദൈവദാസിമാരെ ബ്ലസ് ചെയ്യുന്നു, ഈ സഹോദരിമാരെ ബ്ലസ് ചെയ്യുന്നു, കുഞ്ഞുങ്ങളെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. വലിയ ബ്രേക്ക് ത്രൂ സംഭവിക്കട്ടെ. എന്റെ ദൈവാത്മാവിന്റെ ദൂത് ഞാൻ ഏറ്റെടുക്കുന്നു. സൂപ്പർനാച്ചുറലായ, അസാധാരണമായ, ബുദ്ധിമണ്ഡലത്തിൽ എത്താത്ത, അതിനപ്പുറത്തുള്ള ചില വിടുതലുകൾ സംഭവിച്ചതിനായി സ്തോത്രം. വചനം കേട്ട് ദൈവമക്കൾ ആരാധിച്ചപ്പോൾ, വചനം കേട്ട് കണ്ണുനീരൊഴുക്കിയപ്പോൾ, വചനം കേട്ട് ഏറ്റെടുത്തപ്പോൾ പത്രോസിനുണ്ടായതുപോലെ ഒരു വിടുതൽ സംഭവിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. Praise the Lord. Thank you, Pastor. God bless you. Okay, thank you. കർത്താവ് ശക്തമായിട്ട് ഉപയോഗിച്ചല്ലോ. ഹല്ലേലൂയ. കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്താന്നുള്ളത് ഹല്ലേലൂയ ദൈവദാസനിലൂടെ നമ്മൾ കേട്ടു. പ്രാർത്ഥനയുടെ വിടുതൽ എന്താന്നുള്ളത് ദൈവദാസനിലൂടെ നമ്മൾ കേട്ടു. നമ്മളൊക്കെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരാ. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക്, ചില പ്രാർത്ഥനകൾക്ക് ഹല്ലേലൂയ മറുപടി ലഭിക്കുന്നത് എപ്രകാരമാണെന്നുള്ളത് ഹല്ലേലൂയ പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ ഹല്ലേലൂയ സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് കാരാഗ്രഹത്തിലായിരുന്ന പത്രോസിനെ വിടുവിച്ചത് സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1-ാം കാവലും 2-ാം കാവലും കടന്ന് 3-ാം കാവൽ സ്വതവേ തുറന്നത് പ്രാർത്ഥനയുടെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വൈകുന്നേരം ഹല്ലേലൂയ ദൈവദാസനിലൂടെ
കർത്താവ് വളരെ ശക്തമായി നമ്മളോട് സംസാരിക്കുവാനിടയായി ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. എനിക്കത് ഒത്തിരി അനുഗ്രഹമായിരുന്നു. എന്നോട് വാസ്തവമായി കർത്താവ് ഇടപെട്ടു. ഹല്ലേലൂയ. പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി കുറവുകൾ എനിക്കുണ്ട്. പലപ്പോഴും ഹല്ലേലൂയ ഉറക്കത്തിലൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ ഹല്ലേലൂയ സാധിക്കാത്ത നിലയിലൊക്കെ ഞാൻ ആയിപ്പോകുന്ന അവസ്ഥകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ അതൊന്നുകൂടെ ഹല്ലേലൂയ അത് പുതുക്കുവാൻ ഹല്ലേലൂയ ഈ ദൈവവചന ശുശ്രൂഷ എൻ്റെ ജീവിതത്തിൽ അത് ഹല്ലേലൂയ ഒരു മാറ്റം വരുവാൻ ഞാൻ എന്നെ തന്നെ ഈ വചനത്തിൽ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ കേട്ട ദൈവവചനം നമ്മൾ എല്ലാ ആഴ്ചകളിലും നമ്മളോട് ഹല്ലേലൂയ അനേകർ കടന്നു വരുന്നു, ദൈവവചനം സംസാരിക്കുന്നു.